ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. കടലിനടിയിലൂടെയുള്ള കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ കണക്ഷൻ പദ്ധതി ഇതിലുൾപ്പെടുന്നു. ദ്വീപിലെ ഇന്റർനെറ്റ് വേഗത 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. കൽപ്പേനിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചകഴിഞ്ഞ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 2 ലക്ഷം വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം ആദരിക്കും. ഇതോടനുബന്ധിച്ച് റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ രാവിലെ 11 മണി മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും നാളെ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൌണ്ടിൽ പ്രവേശിപ്പിക്കാതെ വഴിതിരിച്ചുവിടും. ജമ്മുകശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ കുറഞ്ഞെങ്കിലും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ലെന്ന് ജമ്മുകശ്മീർ പോലീസ് മേധാവി RR സ്വെയിൻ. ഭീകരരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കരുതെന്ന് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പുതുവത്സര സന്ദേശത്തിൽ പറഞ്ഞു. ക്രമസമാധാന പാലനത്തിന് പുറമെ ഭീകരവാദത്തെയും നേരിടുന്ന കശ്മീർ പോലീസ് രാജ്യത്തെ മികച്ച പോലീസ് സേനയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാഹനാപകട കേസുകളിലെ പുതിയ വ്യവസ്ഥയിൽ പ്രതിഷേധിച്ച് ട്രക്ക്, ടാക്സി ഡ്രൈവർമാരും ബസ് ജീവനക്കാരും ആഹ്വാനം ചെയ്ത 3 ദിവസത്തെ പണിമുടക്ക് പുരോഗമിക്കുന്നു. പണിമുടക്ക് രാജ്യത്തെ ഇന്ധനത്തിന്റെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിതരണത്തെ വലിയ തോതിൽ ബാധിക്കാനിടയുണ്ട്. അതേസമയം ഈ സാഹചര്യം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് സംഘടനയുമായി നടത്തുന്ന ചർച്ച പുരോഗമിക്കുകയാണ്. സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹിറ്റ് ആൻഡ് റൺ കേസുകളിലെ ശിക്ഷാ കാലാവധി 10 വർഷമായി ഉയർത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. ടെലികോം ഉപകരണങ്ങൾക്കായുള്ള പ്രത്യേക സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ പരിധിക്ക് കീഴിൽ ഈ വർഷം മുതൽ 37 ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്തി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്. മീഡിയ ഗേറ്റ്വേ, IP സുരക്ഷാ ഉപകരണങ്ങൾ, ഒപ്റ്റിക്കൽ ഫൈബർ, ട്രാൻസ്മിഷൻ ടെർമിനൽ ഉപകരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി മുതൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിവരുന്ന സമയം 8 ആഴ്ചയിൽ നിന്ന് 2 ആഴ്ചയായി കുറയും. ടെലികോം ഉപകരണങ്ങളുടെ മൂല്യനിർണ്ണയത്തിനായി നൽകേണ്ട ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയതായും മന്ത്രാലയം അറിയിച്ചു. ദേശീയ അരിവാൾ രോഗനിർമ്മാർജ്ജന പദ്ധതിക്ക് കീഴിൽ 1 കോടിയിലധികം ജനങ്ങളെ പരിശോധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം ഉൾപ്പെടെ അരിവാൾ രോഗം കൂടുതലായി കാണപ്പെടുന്ന 17 സംസ്ഥാനങ്ങളിലെ 278 ജില്ലകളിലാണ് പദ്ധതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ 7 കോടി ജനങ്ങളെ പരിശോധിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയിലെ 3ാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 190 റൺസിന്റെ വിജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 338 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 148 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഓസ്ട്രേലിയ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. IBMന്റെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ ഹബ്ബ് കൊച്ചിയിൽ ആരംഭിക്കാൻ തത്വത്തിൽ ധാരണയായി. മന്ത്രി P. രാജീവ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല എന്നിവർ IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലുമായി കൊച്ചിയിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ഈ വർഷം മധ്യത്തോടെ അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി കൊച്ചിയിൽ നടത്തുമെന്ന് മന്ത്രി രാജീവ് അറിയിച്ചു. ഭോപ്പാൽ ഡിവിഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 13-ന് രാവിലെ 6:35-ന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടേണ്ട കൊച്ചുവേളി ഇൻഡോർ ജംഗ്ഷൻ അഹില്യാനഗരി ട്രെയിൻ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. 15-ന് ഇൻഡോർ ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് കൊച്ചുവേളിയിലേക്കുള്ള അഹില്യാനഗരി പ്രതിവാര ട്രെയിനും റദ്ദാക്കിയിട്ടുണ്ട്. UDF സംസ്ഥാന ഏകോപന സമിതിയുടെ യോഗം ഈ മാസം 10-ന് തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൌസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അധ്യക്ഷതയിൽ ചേരുമെന്ന് UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. പുതുതായി രൂപീകരിച്ച UDYFന്റെ പ്രഥമ യോഗവും അന്ന് വൈകുന്നേരം കന്റോൺമെന്റ് ഹൌസിൽ നടക്കും. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇന്നലെ ജപ്പാനിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 48ആയി. ഹോൺഷുവിലെ ഇഷിക്കാവ പ്രവിശ്യയിലാണ് റിക്ടർ സ്കെയിലിൽ 7.6 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും വലിയ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്.
ഇടുക്കി തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടികൾ വളർത്തിയ പശുക്കൾക്ക് ജീവഹാനി നേരിട്ട പശ്ചാത്തലത്തിൽ ആശ്വാസവുമായി മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും. കുട്ടികളെ സന്ദർശിച്ച മന്ത്രിമാർ കറവയുള്ള 5 പശുക്കളെ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും ഇൻഷുറൻസ് പരിരക്ഷയോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്ന് അറിയിച്ചു. കൂടാതെ അടിയന്തര സഹായമായി 45,000 രൂപ മിൽമ നൽകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.